ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിൽ നിന്നുള്ളൊരു കവിതയാണ്. താജ്മഹൽ എന്നാണ് കവിതയുടെ പേര്. അപ്പോൾ താജ്മഹൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു താജ്മഹലിൻ്റെ പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. ഇവിടെ ഇതാ ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ താജ്മഹലിനെ കുറിച്ച് അറിയാത്തവരായിട്ടോ ആ ഒരു പേര് കേൾക്കാത്തവരായിട്ടോ ആരും ഉണ്ടാവില്ല അല്ലേ. ഒരുപക്ഷെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഈ താജ്മഹൽ നേരിട്ട് വിസിറ്റ് ചെയ്തവരും ആവാം. എനിവേസ്, നമുക്ക് ഈ ഒരു പോം എഴുതിയിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചൊന്ന് വായിക്കാം. രവീന്ദ്രനാഥ് ടാഗോർ, അദ്ദേഹം ജനിച്ചത് 1861 മരിച്ചത് 1941. അപ്പോൾ ടാഗോർ വാസ് എ ബംഗാളി റൈറ്റർ ഹു റീഷേപ്ഡ് ബംഗാളി ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക് ആസ് വെൽ ആസ് ഇന്ത്യൻ ആർട്ട് ഇൻ ദ ലേറ്റ് 19th ആൻഡ് ഏർലി 20th century. എന്താ പറയുന്നത്, 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടങ്ങളിലും അതേപോലെ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലും ബംഗാളി ലിറ്ററേച്ചറിനെയും, അതായത് ബംഗാളി സാഹിത്യം, അതേപോലെ ഇന്ത്യൻ സാഹിത്യം അല്ലെങ്കിൽ ഇന്ത്യൻ ആർട്ടിനെയും ഒരു പുതിയ തലത്തിലേക്ക്, അതിനെ റീഷേപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്, ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഓതർ ഓഫ് ഗീതാഞ്ജലി ആൻഡ് ഇറ്റ്സ് പ്രൊഫൗണ്ട്ലി സെൻസിറ്റീവ്, ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ വേർഡ്സ്, he became the first non-European to win the Nobel Prize in Literature in 1930. In translation, his poetry was viewed as spiritual and influential. അപ്പോൾ എന്താ പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കവിതാ സമാഹാരമാണ് ഗീതാഞ്ജലി എന്ന് പറയുന്നത്. ഈ ഒരു ഗീതാഞ്ജലിക്കാണ് അദ്ദേഹത്തിന് 1913 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അത് മാത്രമല്ല, യൂറോപ്പിന് പുറത്തേക്ക് ആദ്യമായിട്ട് ഇന്ത്യക്കാണ് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അത് നമ്മളുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പോൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ ഇത്. അപ്പോൾ ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ്, രവീന്ദ്രനാഥ ടാഗോറിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ലിറ്ററേച്ചറിനാണ് കിട്ടിയിട്ടുള്ളത്. 1913 ഗീതാഞ്ജലിക്കാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഒരു നോൺ യൂറോപ്യൻ ആണ്, അതായത് യൂറോപ്പിന് പുറത്ത് ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് കിട്ടുന്ന ഒരു വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ഈ ഒരു പോയത്തിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് പെർമനൻസ് ഓഫ് ആർട്ടാണ്, അതായത് കല അത് എന്നെന്നും നിലനിൽക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ഇവിടെ താജ്മഹൽ അല്ലേ, താജ്മഹൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളിലൊന്നാണ്. ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പത്നിയായിട്ടുള്ള മുംതാസിൻ്റെ വിയോഗത്തിൽ ആ ഒരു ഓർമ്മയ്ക്കായിട്ട്, അവരുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് പണി കഴിപ്പിച്ചതാണ് അല്ലേ. പക്ഷേ ഇപ്പോൾ ഈ ഒരു താജ്മഹലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഈ താജ്മഹൽ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല, അതുപോലെ ഷാജഹാൻ ചക്രവർത്തി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷേ താജ്മഹൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് അല്ലേ. ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായി ഇപ്പോഴും നമ്മൾ സംരക്ഷിച്ചു പോരുന്നുണ്ട്, ആളുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആർട്ട്, കല എന്ന് പറയുന്നത് അനശ്വരമാണ്, ഇമ്മോർട്ടലാണ്, അതിനൊരിക്കലും മരണമില്ല എന്നുള്ളതാണ്. താജ്മഹൽ ഒരു വർക്ക് ഓഫ് ആർട്ട് തന്നെയാണ് അല്ലേ. അപ്പം അതിന് മരണമില്ല എന്നുള്ളതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിക്കാം. താജ്മഹൽ ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. താജ്മഹൽ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ടാണ്. ഇറ്റ് ഈസ് എ വർക്ക് ഓഫ് ആർട്ട് ദാറ്റ് എക്സെൽസ് ടൈം ആൻഡ് ഹിസ്റ്ററി. അതായത് കാലത്തെയും ചരിത്രത്തെയും മറികടന്ന് മുന്നിട്ട് നിൽക്കുന്ന ഒരു വർക്ക് ഓഫ് ആർട്ട് തന്നെയാണ് താജ്മഹൽ എന്ന് പറയുന്നത്. The following lines are from Tagore's poem ഷാജഹാൻ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള താഴെ കൊടുത്തിരിക്കുന്ന ലൈൻസ് ടാഗോറിൻ്റെ ഷാജഹാൻ എന്ന് പറയുന്ന പോയത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. In this poem, Tagore speaks of the immortal creation, the Taj Mahal and the timeless appeal of that great monument. ഈ ഒരു പോയത്തിലൂടെ ടാഗോർ നമ്മളോട് പറയുന്നത് താജ്മഹൽ എന്ന് പറയുന്ന ഇമ്മോർട്ടൽ ക്രിയേഷനെ കുറിച്ചിട്ടാണ്. ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ അനശ്വരമായ, ഒരിക്കലും നശിക്കാത്ത, മരണമില്ലാത്ത എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നശിക്കാത്ത ഒരു വർക്ക് ഓഫ് ആർട്ട് അല്ലെങ്കിൽ ഒരു ക്രിയേഷൻ തന്നെയാണ് താജ്മഹൽ എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് ദ ടൈംലെസ് അപ്പീൽ ഓഫ് ദാറ്റ് ഗ്രേറ്റ് മോണുമെൻറ്റ്. മോണുമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മാരകം, ആ ഒരു വലിയ സ്മാരകത്തിൻ്റെ സമയത്തെയും കാലത്തെയും ഒക്കെ അതിക്രമിച്ച് ഇപ്പോഴും നിലനിൽക്കുന്ന ആ ഒരു ഗ്രേറ്റ് മോണുമെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മളോട് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, പെർമനൻസ് ഓഫ് ആർട്ടാണ്. എന്താണ്, കലയുടെ നിലനിൽപ്പിലെ എന്നെന്നും കല നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ ഫസ്റ്റ് 3 ലൈൻസ് നോക്കാം നമുക്ക് ആദ്യം തന്നെ. യു ന്യൂ
Emperor of India, Shah Jahan, that life, youth, wealth, renown all float away down the stream of time. അപ്പോൾ ഇവിടെ നമ്മളുടെ ടാഗോർ അഡ്രസ്സ് ചെയ്യുന്നത് ഷാജഹാനാണ്. അപ്പം ഈ ഒരു ഷാജഹാൻ ചക്രവർത്തിനോട് പറയുന്നത് പോലെയാണ് ഇവിടെ കവിത തുടങ്ങുന്നത്. യു ന്യൂ എംപറർ ഓഫ് ഇന്ത്യ ഷാജഹാൻ, അതായത് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ, അങ്ങേക്ക് അറിയാം എന്ത്, ദാറ്റ് ലൈഫ്, യൂത്ത്, വെൽത്ത്, റിനൗൺ ഓൾ ഫ്ലോട്ട് അവേ ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം. അതായത് ജീവിതം, യൂത്ത് എന്ന് പറഞ്ഞാൽ യൗവനം, വെൽത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത്, റിനൗൺ പ്രശസ്തി, ഇതെല്ലാം എന്ത് സംഭവിക്കും, സ്ട്രീം ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ ഒഴുക്കിൽ, അല്ലെങ്കിൽ എന്താണ് സ്ട്രീം ഓഫ് ടൈം, എന്താണ് സമയത്തിൻ്റെ ആ ഒരു നദി, അതായത് കാലത്തിൻ്റെ ഒഴുക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാലത്തിൻ്റെ ആ ഒരു ഒഴുക്കിൽ ഇതെല്ലാം എന്ത് സംഭവിക്കും, ഒഴുകിപ്പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, എന്താണ്, ഇന്ത്യൻ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ, അങ്ങേക്ക് അറിയാം ജീവിതവും യൗവനവും സമ്പത്തും അതേപോലെ തന്നെ പ്രശസ്തിയും എല്ലാം കാലത്തിൻ്റെ ഒഴുക്കിൽ താഴേക്ക് ഒഴുകിപ്പോകും എന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് 2 ലൈൻസ് നോക്കാം. യുവർ ഓൺലി ഡ്രീം വാസ് ടു പ്രിസർവ് ഫോർ എവർ യുവർ ഹാർട്ട്സ് പെയിൻ. എന്താ പറയുന്നത്, നിങ്ങളുടെ ഒരേ ഒരു സ്വപ്നം എന്ന് പറയുന്നത്, ഡ്രീം എന്ന് പറഞ്ഞാൽ സ്വപ്നം അല്ലേ, നിങ്ങളുടെ ഒരേ ഒരു സ്വപ്നം എന്ന് പറയുന്നത് വാസ് ടു പ്രിസർവ് ഫോർ എവർ യുവർ ഹാർട്ട്സ് പെയിൻ. പ്രിസർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കാത്തു സൂക്ഷിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക, ഫോർ എവർ എന്നേക്കുമായിട്ട്. യുവർ ഹാർട്ട്സ് പെയിൻ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന. എന്താണ് ഹൃദയത്തിൻ്റെ വേദന എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പത്നിയുടെ വിയോഗമാണ് അല്ലേ. അപ്പോൾ അദ്ദേഹം അത്രമാത്രം സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എന്നും ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ഹൃദയത്തിൻ്റെ വേദന എന്താണ്, എന്നേക്കുമായിട്ട് സംരക്ഷിക്കണം അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആകെയുള്ള ഒരു സ്വപ്നം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 3 ലൈൻസ് നോക്കാം. ദ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ വുഡ് ഫെയ്ഡ് ഇൻ ടു സ്ലീപ്പ് ലൈക്ക് എ സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡർ. എന്താ ഉദ്ദേശിക്കുന്നത്, ദ ഹാർഷ് തണ്ടർ ഓഫ് ഇമ്പീരിയൽ പവർ എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വ ശക്തിയുടെ ഇടിമുഴക്കം എന്നുള്ളതാണ്. ഓക്കെ, ഇമ്പീരിയൽ പവർ എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വ ശക്തി എന്നുള്ളതാണ്. അതിൻ്റെ ആ ഒരു ഇടിമുഴക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗർവ്, ഒരു പവറിൻ്റെ ഒരു ഗർവ് ഉണ്ടാവുമല്ലോ, അത് വുഡ് ഫെയ്ഡ് ഇൻ ടു സ്ലീപ്പ്, അത് ഉറക്കത്തിലേക്ക് എന്ന പോലെ മാഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ്, ലൈക്ക് എ സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ. ഒരു സൺസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം അല്ലേ, സമയത്ത് ക്രിംസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ചുമന്ന നിറം ഉണ്ടല്ലോ അസ്തമിക്കുന്ന സമയത്തുള്ള, അതാണ് ഉദ്ദേശിക്കുന്നത്. സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ ശോഭ. അപ്പോൾ സൂര്യാസ്തമയത്തുള്ള ഒരു സൺസെറ്റിൻ്റെ ആ ഒരു ശോഭ ഉണ്ടല്ലോ, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഇമ്പീരിയൽ പവർ, ഇവിടെ രാജാവിൻ്റെ ശക്തിയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്, സാമ്രാജ്യത്വ ശക്തിയുടെ ആ ഒരു തണ്ടർ, ആ ഒരു ഇടിമുഴക്കം എന്ന് പറയുന്നത് ഫെയ്ഡ് ഇൻ ടു സ്ലീപ്പ്, ഉറക്കത്തിലേക്ക് മങ്ങിപ്പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, ലൈക്ക് എന്തുപോലെ, സൺസെറ്റ് ക്രിംസൺ സ്പ്ലെൻഡർ, ഒരു സൺസെറ്റിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു ക്രിംസൺ എന്ന് പറഞ്ഞാൽ ഡീപ്പ് റെഡ് കളറാണ്, സ്പ്ലെൻഡർ അതിൻ്റെ ശോഭ. ആ ഒരു സൺസെറ്റിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഡീപ്പ് റെഡ് കളറിൻ്റെ ആ ഒരു ശോഭ ഉണ്ടല്ലോ, അത് സൺസെറ്റ് അവസാനിക്കുന്നതോടുകൂടി അത് കഴിയുമല്ലേ, ആ ഒരു ദിവസത്തോടു കൂടി അത് കഴിയും. അതേപോലെ നിങ്ങളുടെ ഇമ്പീരിയൽ പവറിൻ്റെ ആ ഒരു തണ്ടറൊക്കെ അവസാനിക്കും എന്നാണ് പറയുന്നത്. ബാക്കി ലൈൻസ് നോക്കാം. ബട്ട് ഇറ്റ് വാസ് യുവർ ഹോപ്പ് ദാറ്റ് അറ്റ് ലീസ്റ്റ് എ സിംഗിൾ എറ്റേണലി ഹീവ്ഡ് sigh would stay to grieve the sky. എന്താണ് പറയുന്നത്, ബട്ട് ഇറ്റ് വാസ് യുവർ ഹോപ്പ്, പക്ഷേ അത് നിങ്ങളുടെ പ്രതീക്ഷയായിരുന്നു. ദാറ്റ് അറ്റ് ലീസ്റ്റ് എ സിംഗിൾ, കുറഞ്ഞത് സിംഗിൾ, എറ്റേണലി മീൻസ് എന്താണ്, എന്നൊന്നും നിൽക്കുന്ന, ഹീവ്ഡ് സ്കൈ നെടുവീർപ്പ്, വുഡ് സ്റ്റേ നിലനിൽക്കും, ടു ഗ്രേവ് ദ സ്കൈ ആകാശത്തെ പോലും ദുഃഖിപ്പിക്കുന്ന രീതിയിൽ. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടുള്ള സ്നേഹം സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വിയോഗത്തിലുണ്ടായ ആ ഒരു സങ്കടത്തെ കാണിക്കുന്ന ഒരു സിംഗിൾ എറ്റേണലി ഹീവ്ഡ് സൈ, ഒരു എന്താണ് എന്നൊന്നും നിലനിൽക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ നെടുവീർപ്പ്, ഈ ഒരു ആകാശത്തെ പോലും ദുഃഖിപ്പിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നെടുവീർപ്പെങ്കിലും നിലനിൽക്കുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നഷ്ടത്തിലുണ്ടായിട്ടുള്ള ആ ഒരു വേദന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നെന്നും അതേപോലെ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പേജ് നോക്കാം. Though emeralds, rubies, pearls are all but as the glitter of a rainbow trickling out empty air and must pass away. എന്താ പറയുന്നത്, എമറാൾഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
മരതകം പച്ച കളറുള്ള കല്ലാണ്. റൂബീസ് എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളറുള്ള കല്ലാണ് റൂബീസ് എന്ന് പറയുന്നത്. മാണിക്യക്കല്ല് എന്ന് പറയും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ്. പേൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈറ്റ് കളറുള്ള മുത്ത് അല്ലേ. ആർ ഓൾ ഇവയെല്ലാം ബട്ട് ആസ് ദ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ ട്രിക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ. അതായത് ഗ്ലിറ്റർ എന്ന് പറഞ്ഞാൽ തിളക്കം അല്ലേ. റെയിൻബോ എന്ന് പറഞ്ഞാൽ എന്താണ്? മഴവില്ലിൻ്റെ തിളക്കം പോലെയാണ് ഇവയെല്ലാം. ട്രിക്കിംഗ് ഔട്ട് എംപ്റ്റി എയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യുക. എംപ്റ്റി എയറിനെ ഒന്നുമില്ലാത്ത വായുവിൽ ആണ് നമ്മൾ എന്ത് കാണുക? റെയിൻബോനെ കാണുക അല്ലേ. അതിൻ്റെ ആ ഒരു തിളക്കം, അതിൻ്റെ ആ ഒരു ഭംഗി കൊണ്ട് ആ ഒരു എംപ്റ്റി എയറിനെ അത് ബ്യൂട്ടിഫുൾ ആക്കും അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ എന്താണ് ആ ഒരു പേൾസ് എല്ലാം എന്താണ് ഈ റെയിൻബോയിൻ്റെ തിളക്കം പോലെ ആണ് എന്ന് പറയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ വെൽത്തിനെയാണ് അല്ലേ. വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നതാണോ? അല്ല. സമ്പത്ത് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണം ഇല്ലാതാവാം അല്ലേ. അപ്പോൾ അതാ പറയുന്നത് ഇവിടെ എന്താണ് ഈ എമറാൾഡ്സും റൂബീസും പേൾസും ഒക്കെ റെയിൻബോസിൻ്റെ അതായത് മഴവില്ലിൻ്റെ ആ ഒരു തിളക്കം പോലെയാണ്. മഴവില്ല് നമ്മൾ എപ്പോഴും മാനത്ത് കാണുമോ? ഇല്ല അല്ലേ. കാണും. നമുക്ക് ആ ഒരു എന്താണ് എംപ്റ്റി ആയിട്ടുള്ള എയറിനെ ബ്യൂട്ടിഫുൾ ആക്കി ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നതാണ് റെയിൻബോ. പക്ഷേ അത് പെട്ടെന്ന് തന്നെ മാഞ്ഞു പോവുകയും ചെയ്യും. അതേപോലെയാണ് ഈ പേൾസും റൂബീസും ഒക്കെ എന്നാണ് പറയുന്നത്. അതായത് വെൽത്ത് ഇല്ലാതാവും എന്നാണ് പറയുന്നത്. ആൻഡ് മസ്റ്റ് പാസ് അവേ. അതൊക്കെ എന്താവും? ഇല്ലാതാവും എന്നാണ് പറയുന്നത്. Yet still one solitary tear would hang on the cheek of time in the form of this white and gleaming Taj Mahal. Yet still എന്നിട്ടും വൺ സോളിറ്ററി ടിയർ. സോളിറ്ററി എന്ന് പറഞ്ഞാൽ ഏകാന്തമായ, ടിയർ എന്ന് പറഞ്ഞാൽ കണ്ണുനീർത്തുള്ളി. വുഡ് ഹാങ് ഓൺ ദ ചീക്ക് ഓഫ് ടൈം. ടൈം എന്ന് പറഞ്ഞാൽ സമയം അല്ലേ. ചീക്ക് എന്ന് പറഞ്ഞാൽ കവിൾ. അപ്പം സമയത്തിൻ്റെ കവിളിൽ അല്ലെങ്കിൽ കാലത്തിൻ്റെ കവിളിൽ ഒരു ഏകാന്തമായ കണ്ണുനീർത്തുള്ളി അങ്ങനെ നിൽക്കും. എങ്ങനെയാണ്? ഇൻ ദ ഫോം ഓഫ് ദിസ് വൈറ്റ് ആൻഡ് ഗ്ലീമിങ് താജ്മഹൽ. അപ്പം സ്ഫുരിക്കുന്ന വെള്ള കളറിലുള്ള ആ ഒരു താജ്മഹലിൻ്റെ രൂപത്തിൽ ഈ ഒരു കണ്ണുനീർത്തുള്ളി, ഏകാന്തമായ ആ ഒരു കണ്ണുനീർത്തുള്ളി കാലത്തിൻ്റെ കവിളിൽ അങ്ങനെ നിൽക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഷാജഹാൻ ചക്രവർത്തിക്ക് മുംതാസിനോടുള്ള ആ ഒരു പ്രണയത്തിൻ്റെ സിംബലാണ് താജ്മഹൽ എന്ന് പറയുന്നത്. അതൊരു കണ്ണുനീർത്തുള്ളിയായിട്ടാണ് കാണുന്നത്. ഇൻ ദ ഫോം ഓഫ് താജ്മഹൽ എന്നാണ് പറയുന്നത്. താജ്മഹലിൻ്റെ ഫോമിൽ ഒരു കണ്ണുനീർത്തുള്ളി പോലെയാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇവിടെ സ്നേഹത്തിൻ്റെ സിംബലാണ് താജ്മഹൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഷാജഹാൻ്റെ എല്ലാം വെൽത്തും എല്ലാ പ്രൗഢിയും കാര്യങ്ങളൊക്കെ നശിച്ചു പോയാലും എന്താണ് താജ്മഹൽ എന്ന് പറയുന്നത് എന്നെന്നും നിലനിൽക്കും, അവരുടെ സ്നേഹത്തിൻ്റെ സ്മാരകമായിട്ട് എന്നാണ് പറയുന്നത്. സോ ഇത്രയുമാണ് ഈ കവിതയുള്ളത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.